അപ്പോൾ നമ്മുടെ UPSC വിളിക്കുന്ന NDA-2 നോട്ടിഫിക്കേഷൻ മുൻപ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കണം. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. പുതിയ സൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയ പ്രശ്നങ്ങളും ഇറേഴ്സൊക്കെ പലരും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് ഡേറ്റ് ഇപ്പോഴുള്ള പ്രകാരം 17/6/2025 അതിന് മുൻപ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം കൂടി, അതായത് നിങ്ങൾ UPSC NDA എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ടീം തന്നെ റിസർച്ച് ചെയ്തിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് UPSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇനി മുന്നോട്ടേക്ക് ഏകദേശം ചോദിക്കാൻ 80% കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയലായി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പലരിടത്തും അഭിപ്രായം എടുത്തിട്ടാണ് ചെയ്തത്. നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 150ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ ആൻസർ, അതിൻ്റെ സ്മോളർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ള 150 നിങ്ങളിവിടെ ഒതുങ്ങില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ജനറൽ നോളജ്, ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനാണ് ആദ്യത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവരെന്തിനാണ് കൂടുതൽ അറിയപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. സോ സിറ്റി, അതായത് അഡ്വാൻസ് സിറ്റി പ്ലാനിംഗ് ആണ് അവരെ കൂടുതൽ അറിയപ്പെടുന്നത്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് അഡ്വാൻസ് സിറ്റി പ്ലാനിങ്ങിന് അറിയപ്പെടുന്ന സിവിലൈസേഷൻ ഏതാന്ന് പറഞ്ഞിട്ട് ഇതിനു മുൻപ് ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞ് ഈ ചോദ്യം പല രീതിയിൽ കണക്ട് ചെയ്തിട്ട് UPSC ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇവിടെ സിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ലൈക്ക് അവിടെ ഗ്രേറ്റ് ബാത്ത് ഓഫ് നമ്മുടെ അവിടെയുള്ള ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ അവരുടെ സിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ള ലൈക്ക് അപ്പർ സിറ്റാഡൽ, അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള ആ ഒരു ഏരിയ, അതുപോലെ തന്നെ അവരെ റെയിനേജ് സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ എത്രമാത്രം ക്ലാരിറ്റിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിൽ ഒരു ധാരണയും കൂടി വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ. ഇതിൽ പിന്നെ ഒരുപാടധികം കാര്യങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട കുറച്ചധികം. പിന്നെ പൊളിറ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ DPSP, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇതൊക്കെ പലർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പല രീതിയിലും പല സ്ഥലത്തു നിന്നും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലർക്കും അറിയില്ല. ജോഗ്രഫി ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, മുൻപത്തെ കറണ്ട് അഫയേഴ്സ്, മുൻ വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ യോഗാ ദിനത്തിൻ്റെ തീം എന്താന്ന് പറയുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 യോഗാ ദിനത്തിൻ്റെ തീം എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചോദ്യം 21 ജൂൺ 2024 തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം, 2025 തീം എന്തായിരിക്കും എന്നും കൂടി മനസ്സിലാക്കണം. ആ യോഗാ ദിനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. യോഗാ ദിനം ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു QR കോഡിൽ ഡയറക്റ്റ്ലി ഒരു 15 രൂപ ഇതിന് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 രൂപ പേ ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ NDA എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 17/6/2025 യൂണിഫോം പോസ്റ്റാണ്. നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണല്ലോ, അല്ലെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി, അതുപോലെ തന്നെ മിലിറ്ററി ട്രെയിനിങ് എല്ലാം ആയിരിക്കും അവിടെ നിങ്ങൾ ഈ ഒരു എക്സാം പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായാലും നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആകും. അതുപോലെ ഡയറക്റ്റ്ലി നിങ്ങൾ ഓഫീസർ റാങ്കിലേക്കായിരിക്കും എൻ്റർ ആകാൻ പോകുന്നത്. അങ്ങനെ ധാരാളം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് തന്നെയാണ് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ UPSCൻ്റെ പുതിയ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ആ വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുൻപ് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമി വിങ്ങിലേക്ക് 208 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. അതിൽ 10 ഒഴിവ് വനിതകൾക്കാണ്. നേവിയിലേക്ക് 42 ഒഴിവ്, 5 വനിതകൾക്ക്. അതുപോലെ തന്നെ എയർഫോഴ്സിലേക്ക് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 92 ഒഴിവിൽ 2 ഒഴിവുകൾ വനിതകൾക്കാണ്. പിന്നെ അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിന് 18 ഒഴിവുകളുണ്ട്. അതിന് ഏകദേശം
2 ഒഴിവുകൾ വനിതകൾക്കാണ്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിന് 10 ഒഴിവുകളുണ്ട്, അതിൽ 2 ഒഴിവുകൾ വനിതകൾക്കാണ്. ഇതിന് പുറമെ NDAക്ക് പുറമെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാവൽ അക്കാഡമി 10+2 കാഡറ്റ് എൻട്രി സ്കീം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 36 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 4 എണ്ണം വനിതകൾക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ആകെ മൊത്തം 406ഓളം ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇതിന് കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കാലിക്കറ്റ് ലഭിക്കുന്നതാണ്, പിന്നെ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പരീക്ഷാ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ബോത്ത് മെൻ ആൻഡ് വുമൺ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 1 ജാനുവരി 2007 1 ജാനുവരി 2010 ഈ ഒരു ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ചിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നിക്ക് ഈ ഡേറ്റിലായിരിക്കണം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ ആർമി വിങ്ങിലേക്ക്, അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് +2 മതി. ഏത് +2 ആണെങ്കിലും അപേക്ഷിക്കുക കേട്ടോ. ഇന്ന +2 തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു +2 മതി. സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ ആർട്സോ കൊമേഴ്സോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അത് ആർമി വിങ്ങിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർഫോഴ്സ്, അതുപോലെ തന്നെ നാവൽ വിങ്, പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതിലേക്കുള്ളത്, അതായത് എയർഫോഴ്സ് അതുപോലെ തന്നെ നാവൽ അക്കാഡമി ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി NDAയിലേക്കുള്ള നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ്. അത് കൂടാതെ 10+2 കാഡറ്റ് എൻട്രി സ്കീം ഇന്ത്യൻ നാവൽ അക്കാഡമി, അത് നമ്മുടെ ഏഴിമല കണ്ണൂരുള്ളതാണ്, അവിടത്തേക്കുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണ് അപേക്ഷിക്കാനായിട്ട് +2 വേണം. +2ൽ നിങ്ങൾക്ക് വിത്ത് ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി മാത്തമാറ്റിക്സോട് കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ 3 സബ്ജക്റ്റോട് കൂടി നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഇതിന് പരീക്ഷയാണ് ഉണ്ടാകുക. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴ്ന്നെടുത്ത് കാണാം. ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി, അപേക്ഷിക്കാനുള്ള യോഗ്യത, ഏജ് ലിമിറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. SC ST ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ത് ചെയ്യേണ്ട, അടയ്ക്കേണ്ട. ബാക്കിയുള്ള ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളായിരിക്കും അപേക്ഷാ ഫീസ് അടക്കേണ്ട വരിക. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. സൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മുമ്പ് നമ്മൾ പുതിയ സൈറ്റിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.